ഇപ്പോൾ നമുക്കിന്ന് മൂന്നാറിലെ ചരിത്രപ്രസിദ്ധമായ ഹിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാം. ഈ ചരിത്രപ്രസിദ്ധമായെന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം, അതായത് പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ചരിത്രപരമായ ഒരു റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുണ്ടള ഡാമും മാട്ടുപ്പെട്ടി ഡാമും കഴിഞ്ഞാൽ ഈ കാണുന്ന പോയിന്റിൽ നമ്മൾ ആനകളെയൊക്കെ മിക്കപ്പോഴും കാണാൻ പറ്റും. നിർഭാഗ്യവശാൽ നമ്മൾ പോകുന്ന സമയത്ത് ആനകളെ കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഈ പോകുന്ന റൂട്ട് ഏതാണ്ട് 35-40 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ പറയുന്ന മൂന്നാറും ഹിൽ ടോപ്പുമായിട്ടുള്ള ദൂരം. പോകുന്ന വഴി നിരവധി കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നമ്മൾ മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് ആ ഒരു ഭാഗത്തെന്ന് പറയുന്നത് നിരവധി ബോട്ടിങ്ങും മറ്റ് ഫോട്ടോസുള്ള പോയിന്റുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുണ്ടള ഡാമിൻ്റെ ഏരിയ, എക്കോ പോയിൻറ്റും അത് കണക്ക് തന്നെ അവിടെയും ബോട്ടിങ്ങും പാരാസില്ലിങ്, അതേപോലെ കയാക്കിങ്, അങ്ങനെയുള്ള നിരവധി പരിപാടികളുണ്ട് അവിടെ. അതല്ലാതെ യൂക്കാലി മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ പോയി നമുക്ക് കുറച്ച് നേരം വിശ്രമിച്ചിരിക്കാനും ആ ഒരു ക്ലൈമറ്റൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ കുണ്ടള ഡാമിൻ്റെ ഏരിയ കഴിഞ്ഞ് നമ്മൾ ഹിൽ ടോപ്പിൽ പോകണം. അപ്പോൾ എനിക്ക് എണ്ണയുടെ കാര്യത്തിനകത്തൊരു സംശയം തോന്നി. കാരണം വട്ടവട പോയിട്ട് നമ്മൾ തിരിച്ചു വരാനുള്ള പ്ലാൻ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എണ്ണ കിട്ടുമെന്നൊരു ഡൗട്ട്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഏലപ്പെട്ടിയിൽ എണ്ണ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏലപ്പെട്ടിയുടെ ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ചു. അപ്പോൾ ഏതാണ്ട് ഒരു 10 രൂപയെ കണ്ട അധികം അവർ വാങ്ങിക്കുന്നുള്ളൂ. അത് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം പമ്പില്ലാത്തപ്പോൾ ഇതേ കണക്കുള്ള സൗകര്യങ്ങൾ വളരെ ഉപകാരപ്പെടും. അപ്പോൾ വട്ടവട ഭാഗത്തോട്ടൊക്കെ പോകുന്നവർ മാക്സിമം മൂന്നാറിൽ നിന്ന് തന്നെ എണ്ണ അടിക്കാനായിട്ട് നോക്കുക. റോഡിന് വളരെ വീതി കുറവായിരുന്നു. അപ്പോൾ വണ്ടിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൗകര്യത്തിനാണ് അത്രത്തോളം ചേർത്ത് വണ്ടി ഇട്ട് കൊടുത്തത്. പക്ഷേ അതൊരു റിസ്ക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടി അവിടുത്തെ നാട്ടുകാരാണോ അതോ ജോലിക്കാരാണോ എന്നറിയത്തില്ല, വളരെ അപകടപരമായിട്ടുള്ള രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം ഈ ട്രാക്ടർ വന്നതും തൊട്ട് മുമ്പിൽ നിന്ന് ഒരു ജീപ്പ് വരുന്നുണ്ട്. ആ ജീപ്പ് ഒരുപാട് അങ്ങ് ഇടത്തോട്ട് പിടിച്ച് ഈ ട്രാക്ടർ നല്ല രീതിക്ക് ചവിട്ടിയിട്ട് അത് മുമ്പോട്ട് വലിച്ച് പറിച്ച് വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടി കിടക്കുന്നത് ഈ വെള്ളവരയ്ക്ക് പുറത്തൊന്നുമല്ല. കാരണം ആ ഒരു ഇടുങ്ങിയ റോഡിൽ അങ്ങനെ ഇടാനുള്ള സൗകര്യമേ ഉള്ളൂ. പക്ഷേ വണ്ടി ദൂരെ നിന്ന് നമുക്ക് വിസിബിളാണ്, കാരണം ആ വണ്ടി വരുന്ന കാണാനൊക്കെ. പക്ഷേ പുള്ളിക്കാരൻ വന്നാൽ വളരെ സ്പീഡിലായിരുന്നു വന്നത്. അപ്പോൾ എണ്ണ അടിക്കാനുള്ള സൗകര്യത്തിലാണ് ഞാൻ ആ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് വന്നപ്പം ഒരുപാട് റോഡൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആക്കി കൊണ്ടുവരുന്നുണ്ട്. അതായത് നല്ല രീതിക്ക് അവർ ടാറിങ്ങും കാര്യം ചെയ്തു. പക്ഷേ വണ്ടി പോകുന്നുണ്ട് ഈ ടാറിങ്ങിൻ്റെ ആ ഫസ്റ്റ് കോട്ടിങ്ങൊക്കെ ഒരുപാട് ഇളയിപ്പോന്നെങ്കിലും അവർ സെക്കൻഡ് കോട്ടിങ് ചെയ്തു വരുമ്പോൾ നല്ല മികച്ച രീതിയിൽ. അപ്പോൾ നമ്മൾ ഹിൽ ടോപ്പിൻ്റെ ഏരിയ എത്തി. ഈ ഹിൽ ടോപ്പും മൂന്നാറിൻ്റെ പ്രദേശങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. ഈ സ്ട്രോബെറി കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും ബ്ലാക്ക്ബെറി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ബ്ലാക്ക്ബെറി ഒക്കെ ഉണ്ടെങ്കിൽ വട്ടവട തന്നെ പോകണം. അപ്പോൾ നമ്മൾ ഹിൽ ടോപ്പിൻ്റെ ആ ഒരു സ്റ്റേഷൻ്റെ ഏരിയയിലെത്തി. ഫസ്റ്റ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 400 മീറ്ററോളം നമ്മൾ നടക്കേണ്ടതായിട്ട്. നടക്കുമ്പോൾ നമുക്കതിനകത്തൊരു ബോറടിയൊന്നുമില്ല. കാരണം ഇരു സൈഡിൽ നിന്നും കടകളും പിന്നെ അകത്തൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അത് കയറി ചെന്ന് കഴിഞ്ഞാൽ നേരെ കുതിര സവാരി അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മരം കാണിക്കുന്ന വേറൊന്നുമല്ല, അവിടെ ഒരു കരിങ്കുരങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വീഡിയോയിൽ അത് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കാണ് നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ മാംഗ്രോ സ്പോട്ടിൽ, അതായത് നമ്മുടെ കൊല്ലം പരവൂരിനകത്തുള്ള മാംഗ്രോ ഫോറസ്റ്റ് എന്ന് പറയുന്ന ബോട്ടിംഗ് സെറ്റപ്പ് പരിപാടി. അപ്പോൾ ഞാനൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടുത്തെ ടീമുകളും അവിടെ ഉണ്ടായിരുന്നു. യാദൃശ്ചികമായി കണ്ടുമുട്ടിയതാണ് അവരെ. എല്ലാവരും ഉണ്ടില്ല, വണ്ടി വന്നാ നമുക്ക് വണ്ടി ഉണ്ട്, കമ്പനി ഇട്ട് പോവാ. നമ്മളെ ടീമുകളല്ലാണ്ട് കേട്ടാ. അപ്പോൾ അത് അവരുടെ ഒരു കമ്പനി ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ദേവേണ്ണനും സജിത്തും സുധിയും അവരുടെ കമ്പനിയുടെ ആ ടീമുകളെല്ലാം ചേർന്ന് 2-3 ദിവസത്തെ ട്രിപ്പ് പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. ഇതാ അടുത്താണ് നിങ്ങളുടെ ടീമുണ്ടോ? വൈഫും ടീമും എല്ലാം ഉണ്ടല്ലോ. നിങ്ങളൊറ്റയ്ക്കല്ലേ? നമ്മളിത്ര എൻ്റെ ഫാമിലി ഉണ്ട്. അത് അവിടെ ആരും അറിഞ്ഞില്ല. ഞാൻ രാത്രി ചാടി പോകുന്നത്. എങ്ങനെ വന്നു? എൻ്റെ കാറുണ്ട്, ടാറ്റ നെക്സൺ ഉണ്ട്. അപ്പോൾ അവർ അത് കഴിഞ്ഞ് അവരും പോയി. അപ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ നേരെ ഹിൽ ടോപ്പിൻ്റെ ആ ഒരു വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവാണ്. പല പ്രാവശ്യം ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഫാമിലിയായിട്ട് വരുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അമ്മയുണ്ട് കൂടെ, വൈഫ് ചുണ്ടു, കുഞ്ഞി, ബദ്രിയും ഉണ്ട്. ഇപ്പോൾ ദോ ഇല്ല നിൽക്കുന്ന സുന്ദരിയാണ് എൻ്റെ ഭാര്യ കേട്ടാ. എല്ലാവരെയും പരിചയപ്പെടുത്താം. ഹായ് സുന്ദരി. സുന്ദരിയുടെ പേര് പറയും. പോടാന്ന്.
അപ്പോൾ നമ്മൾ ഈ ടിക്കറ്റ് കിടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തി. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബിൽഡിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം അതിൻ്റെ മുകളിൽ കയറി കണ്ടു കഴിഞ്ഞാൽ ഒരുവിധം വ്യൂസൊക്കെ നമുക്ക് നല്ലോണം കാണാൻ സാധിക്കും. അതായത് മൂടൽ മഞ്ഞ് ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവം മുകളിൽ ആകാശത്തിനകത്ത് മേഘങ്ങൾ കൂടി നിൽക്കുന്ന പോലെയാണ് താഴെ ഭൂമിയിൽ പച്ചപ്പിനകത്ത് മഞ്ഞ് കൂടി നിൽക്കുന്നത്. അത് അതിമനോഹരമായൊരു കാഴ്ച കൂടിയാണ്. അപ്പോൾ അവിടെ നിരവധി പേര് വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നാട്ടിലെ ചൂടിന് കുറച്ച് ശമനം കിട്ടാൻ വേണ്ടി ഇത് എനിക്ക് 2-3 ദിവസം വന്ന് ഈ ടൈമിൽ അത്യാവശ്യം വലിയ നല്ല ക്ലൈമറ്റൊന്നും അല്ല എങ്കിലും നമുക്ക് സുഖകരമായിട്ട് നിൽക്കാൻ പറ്റിയൊരു ടൈമാണ്. അപ്പോൾ അധികം ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ വീക്കെൻഡ് പ്രോഗ്രാമല്ല ഞാൻ അറ്റൻഡ് ചെയ്തത് എപ്പോഴും. അപ്പോൾ നമ്മൾ ആ ഒരു മുകളിലോട്ട് വന്ന് കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഹിൽ ടോപ്പ് സ്റ്റേഷനിലെ ആ ഭാഗത്തൊക്കെ സ്റ്റേ ചെയ്യാനും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. കാരണം മിക്കവാറും മൂന്നാറിലൊക്കെ വരുന്നവർ മൂന്നാർ സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ വട്ടവട പോയി സ്റ്റേ ചെയ്യാണ്. പക്ഷേ ഹിൽ ടോപ്പിൻ്റെ ഏരിയയിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് താഴെ ഇറങ്ങി നേരെ അടുത്ത ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, താഴോട്ട് ഇറങ്ങി പോകുന്നു. അപ്പോൾ ആ ഭാഗത്തും സ്റ്റേയുടെ അറേഞ്ച്മെൻ്റ് ആണെന്ന് തോന്നുന്നു അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് അത് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കുറേ ഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് തെറ്റിദ്ധരിച്ച് ആളുകൾ വന്ന് കണ്ടിട്ട് പോകണം. അതിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയാൻ കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഹിൽ ടോപ്പ് സ്റ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1900ങ്ങളുടെ തുടക്കത്തിൽ കുണ്ടളവാലി റെയിൽവേയുടെയും കൊട്ടകുടി ഏരിയയിൽ റോപ്പ് വേയുടെയും അറ്റത്തുള്ള ടോപ്പ് സ്റ്റേഷൻ എന്ന നിലയിലാണ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ എന്ന് പേര് നേടിയത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മീറ്ററിലധികം ഉയരത്തിലാണ് ഏകദേശം ഈ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രങ്ങളെന്ന് പറയുന്നത് റെയിൽവേയും റോപ്പ് വേയും മുകളിലെ പ്രദേശങ്ങളിൽ നിന്ന് ചായപ്പൊടി കയറ്റി അയക്കുന്നതിനായി കണ്ണിമുറയ്ക്കും ടോപ്പ് സ്റ്റേഷനും ഇടയിലൊരു മൺപാത നിർമ്മിച്ചിരുന്നു. കുണ്ടളവാലി റെയിൽവേയുടെ ഏറ്റവും ഉയർന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ ഈ പ്രദേശം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വ്യാപാരത്തിന് നിർണായകമായിരുന്നു. ഈ കാണുന്നതാണ് അതിൻ്റെയൊക്കെ ഒരു കാഴ്ചകളെ. 1924 ആ ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ പ്രദേശമെല്ലാം പോയത്. മൂന്നാറിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് 1902 ചായ കയറ്റുമതിയുമായി നിർമ്മിച്ച കുണ്ടളവാലി ലൈറ്റ് റെയിൽവേയുടെ ചരിത്രം മൂന്നാറിൻ്റെ വികസനത്തിൽ നിർണായകമായാണ്. ഈ 2 അടി 610 mm നാരോ ഗേജ് റെയിൽവേ മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ കുണ്ടള എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചിരുന്നു. 1924 വലിയ വെള്ളപ്പൊക്കത്തിൽ തകരുന്നതുവരെ ചായ, സുഗന്ധവ്യഞ്ജനങ്ങൾ, യാത്രക്കാർ എന്നിവർക്കായി ഈ റെയിൽവേ ഉപയോഗിച്ചിരുന്നു. തുടക്കം 1902 ആണ് ഈ റെയിൽവേ ലൈൻ നിർമ്മിച്ചത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചായ ടോപ്പ് സ്റ്റേഷനിൽ കൊണ്ടുപോകാനും അവിടെ നിന്ന് കൊട്ടകുടി ഏരിയയിൽ റോപ്പ് വേ വഴി ബോഡിനായ്ക്കന്നൂരിലേക്ക് എത്തിക്കാനും ഇത് സഹായിച്ചു. ആദ്യം മോണോ റെയിൽവേ ആയിരുന്നുവെങ്കിലും പിന്നീട് 2 അടി വീതിയിലുള്ള നാരോ ഗേജ് റെയിൽവേ ആയി മാറി. 1924 പ്രളയത്തിൽ റെയിൽവേ പാളവും പാലങ്ങളും തകർന്നു. പിന്നീട് റോഡ് ഗതാഗതം വർദ്ധിച്ചതോടെ ഇത് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. പഴയ റെയിൽവേ സ്റ്റേഷൻ ഓഫീസ് ടാറ്റ ടീയുടെ റീജിയണൽ ഓഫീസായി പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ടാറ്റ ടീ മ്യൂസിയത്തിന് സമീപമായിരുന്നു പഴയ റെയിൽവേ സ്ഥിതി ചെയ്തിരുന്നത്. ഇടുക്കി ജില്ലയിലെ ടൂറിസം ചരിത്രത്തിൽ, പ്രത്യേകിച്ച് മൂന്നാറിൻ്റെ ചരിത്രത്തിൽ ഈ ഒരു റെയിൽവേക്ക് വളരെ പ്രാധാന്യമുണ്ട്. അന്നത്തെ ആ റെയിൽവേയുടെ ആ ഒരു കുറച്ച് ഭാഗമാണ് ഈ കാണുന്നത്. പക്ഷേ ആളുകൾ വന്ന് തെറ്റിദ്ധരിച്ചാണെന്ന് തോന്നുന്നു ഇത് കാണപ്പെടുന്നത്. അതിൻ്റെ ആ ഒരു ലോക്ക് സിസ്റ്റവും കാര്യങ്ങളും ആ ഫ്രണ്ടിലായിട്ട് ആ ഒരു പ്ലസ് പോലെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ വരുന്നവർ അത് വേറെന്തോ അത് കരുതിയാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ ഇനി പോകുമ്പോഴെങ്കിലും ഇതൊക്കെ ഒരു ചരിത്ര സ്മാരകമാണെന്ന് കരുതുക. അങ്ങനെ ഹിൽ ടോപ്പിൻ്റെ കാഴ്ചകളും മറ്റ് കാര്യങ്ങളൊക്കെ കണ്ട് നേരെ മുകളിലോട്ട് തിരിച്ച് കയറുകയാണ്. അപ്പോൾ അഗാധമായ കൊക്കകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ്. കുട്ടികളായിട്ടൊക്കെ വരുന്നവർ അവരെ കയ്യിൽ തന്നെ പിടിക്കുക, മാക്സിമം സൂക്ഷിച്ച് എല്ലാവരും കൊണ്ടുവരിക. കാരണം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോകും. കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ താഴോട്ട് പോകുന്ന രീതിയിലാണ്. അപ്പം നമുക്ക് കാഴ്ചകൾ ചിലപ്പോൾ കാണുന്നതിൽ ഭയങ്കര ഭംഗി പോലത്തെ ആണെങ്കിലും അപകടം ഒളിച്ചിരിക്കുന്നത് നമ്മൾ അറിയാൻ പറ്റില്ല. അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ കടകളൊന്നും അത്ര ഓപ്പൺ ആയിരുന്നില്ല. തിരികെ വന്നപ്പോൾ കടകളെല്ലാം ഓപ്പണായി. അപ്പോൾ ചുണ്ടും കുഞ്ഞിക്ക് ഓരോന്നൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. ട്രിപ്പിന് ഒരു ദിവസം കൂടി ഉള്ളതുകൊണ്ട് അധികം സാധനം കളിപ്പാട്ടങ്ങളൊന്നും വാങ്ങിക്കാൻ ഞാൻ അവരെ അനുവദിച്ചില്ല. കാരണം വണ്ടിക്കകത്ത് മനുഷ്യന് ഇരിക്കാൻ പറ്റാത്ത കണ്ടീഷൻ ലെവലില്ല. അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. അപ്പോൾ ബോട്ടിലൊന്നും വെള്ളം കൊണ്ടുവരാൻ പറ്റത്തില്ല. എങ്കിലും അവിടെ ഇവിടെയൊക്കെ 1-2 കവറും അല്ലാതെ കുറച്ച് ചവറൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം ഈ പോയി കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ
ആ ഒരു റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട ആ കുറച്ച് കുറ്റികളും കാര്യങ്ങളുണ്ട്. അതായത് കോൺക്രീറ്റ് കുറ്റി പോലെ. അതായത് ഈ ഒരു ഭാഗം അന്നത്തെ ഒരു പ്ലാറ്റ്ഫോം ആകാനാണ് സാധ്യത. കറക്റ്റായിട്ട് എനിക്ക് അറിയാൻ വയ്യ. കാരണം ഈ ഒരു ലോക്ക് അവരങ്ങനെ അടുത്ത് ഒരാൾ പറഞ്ഞത് ഈ പറയുന്ന ആ ഒരു പോയിൻറ്റിൻ്റെ ഒരു റെയിൽവേയുടെ ആ ഒരു ഭാഗങ്ങൾ ഈ ഒരു താഴോട്ട് പോയിട്ടുണ്ടായിരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് അപ്പോൾ ഈ ചരിത്രം എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ഞാൻ മിക്കപ്പോഴും രാത്രി കിടന്നുറങ്ങുന്നത് ഈ ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റോറീസോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടാണ് കിടന്നുറങ്ങുന്നത്. അല്ലാത്ത സമയം ഇതിനൊക്കെ ഏതെങ്കിലുമൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും നമ്മളൊരു ചുണ്ടും കുഞ്ചൊക്കെ പോപ്കോണിൻ്റെ ഒരു ഇതൊക്കെ അമ്മച്ചിരുന്ന് വാങ്ങിച്ച് കഴിച്ച് നേരെ വട്ടവടയ്ക്ക് വിടുകയാണ്. അപ്പോൾ വട്ടവടയുടെ ആ ഒരു എൻട്രി ഭാഗമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഇട്ട് 5 മണി 6 മണിയോട് ഇവിടെ ക്ലോസ് ചെയ്യും വൈകുന്നേരം. അതിന് മുമ്പേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറണം. അപ്പോൾ നമ്മൾ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തുമ്പോഴത്തേക്ക് അവരെ ചെക്ക് പോസ്റ്റ് അടയ്ക്കും, അതായത് ക്ലോസ് ചെയ്യും. അപ്പോഴത്തേക്കും നമ്മൾ ആ വണ്ടി കൊണ്ട് അവിടെ ചെന്നിട്ട് അവിടെ നിന്ന് ആ വണ്ടി നമ്പറും പറഞ്ഞുകൊണ്ട് നമ്മളെ ഡീറ്റെയിൽ അഡ്രസ്സൊക്കെ കൊടുത്ത് ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി നമ്മൾ സ്ട്രോബെറിയൊക്കെ പറിച്ച് ചെയ്യുന്ന നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ ഓരോ ലൈക്കും ഷെയറും ഫോളോവും സബ്സ്ക്രൈബുമാണ് എൻ്റെ അടുത്ത വീഡിയോക്കുള്ളൊരു പ്രചോദനം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലതേ നടക്കട്ടെ.